आकर परमेश्वर की आवाज सुनने के लिए, परमेश्वर दिया हुआ हर एक अच्छा अनुभव के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കടന്നു വന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ നമസ്കാരങ്ങൾക്കായി സ്തോത്രം. हमें जैसे हमने सुना है, हर एक संसार के लोग बड़े भय के अनुभव में आगे बढ़ रहे हैं, നാം കേട്ടതുപോലെ ലോകത്തിൽ ജനം മുഴുവനും ഒരു ഭയത്തിലായിരിക്കുന്നു. लेकिन आज परमेश्वर के वचन के द्वारा आपको कुछ बातों को याद दिलाना चाहूंगा। എന്നാൽ ഞാൻ വചനത്തിൽ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. हम परमेश्वर में कौन है നാം ക്രിസ്തുവിൽ ആരാണ്, और परमेश्वर हमारे लिए कौन है। ദൈവം നമുക്ക് ആരാണ്. जब हमारे आइडेंटिटी हम पहचान पाएंगे तो हमारे अंदर का हर एक भय परमेश्वर हटा देते हैं। നാം ആരാണെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭയവും ദൈവം നീക്കുവാനിടയായിത്തീരും. उसके लिए कुछ आयतों को मैं पढ़ना चाहूंगा। അതിന് ആധാരമായ ചില വചനങ്ങൾ വായിക്കാം. पहला पत्रोस उसके दूसरे अध्याय उसके 1 से लेकर 9 तक के आयतों को देखना चाहूंगा, लेकिन उसके 9वें आयत हम सबसे पहले पढ़ेंगे। First Peter chapter 2 verses 1 to 9, but in the beginning we'll read verses 9. 1 പത്രോസ് 2ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. എന്നാൽ ആദ്യമായി നമുക്ക് അതിന്റെ 9ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. आमेन। यहाँ पर पत्रोस कह रहा है कि हम मसीह में कौन है। ഇവിടെ പത്രോസ് നമ്മളോട് പറയുകയാണ്, നാം ക്രിസ്തുവിൽ ആരാണ്. We are the chosen people, നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനം, a royal priesthood, രാജകീയ പുരോഹിത വർഗം, a holy nation, വിശുദ്ധ വംശം, God's special possession, ദൈവത്തിന്റെ സ്വന്തം ജനം. आमेन, हालेलुया। आमेन। परमेश्वर का सबसे खासियत हम यहाँ पर देखते हैं। ദൈവത്തിന്റെ ഒരു വിശേഷത നാം ഇവിടെ കാണുന്നു. जब परमेश्वर ने हमारा सृष्टि किया है, हमें कुछ अच्छा स्थान देते हुए हमें परमेश्वर ने चुना है। ദൈവം നമ്മളെ ഉണ്ടാക്കിയപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ നല്ല ഒരു പദവി തന്നാണ് നമ്മെ ഉണ്ടാക്കിയത്. उसके दूसरे अध्याय के दूसरे आयत को भी हम पढ़ेंगे। 2ാം അധ്യായത്തിന്റെ 2ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. एक छोटा सा अभी जन्म लिया हुआ एक न्यू बॉर्न बेबी के नाई हम बनना है। ഒരു ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നാം ആയിത്തീരണം. Amen. And we need to have the craving to have the spiritual pure milk. നാം ആ മായമില്ലാത്ത പാൽ കുടിക്കുവാനായി വളരെ വാഞ്ചിക്കണം. Hallelujah. Praise Lord। एक छोटा सा एक बच्चा Lord हर एक समय दूध के लिए रोता है। ഒരു കൊച്ചു കുഞ്ഞ് എപ്പോഴും പാലിന് വേണ്ടി കരയും. वैसा ही परमेश्वर से कहता है कि आत्मिक भोजन के लिए हमारे अंदर बहुत बड़े क्रेविंग होना जरूरी है। അതുപോലെ ദൈവം പറയുന്നത് ദൈവത്തിന്റെ വചനത്തിനായി ആത്മീക കാര്യങ്ങൾക്കായി നമുക്കൊരു വാഞ്ച ഉണ്ടാകും. उसके दूसरे आयत को और एक बार हम पढ़ेंगे। 2ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. that you may grow up in your salvation करके वहां पर बताया है। ആയതിനാൽ നിങ്ങൾ രക്ഷയിൽ വളരും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. एक धनी व्यक्ति बनने के लिए हम वो दूध नहीं पी रहे हैं। പണക്കാരനാകുവാനല്ല പാൽ കുടിക്കുന്നത്. कुछ श्रेष्ठता प्राप्त करने के लिए हम उस दूध नहीं पी रहे हैं, ഒരു ശ്രേഷ്ഠനാകുവാനല്ല നാം ആ പാൽ കുടിക്കുന്നത്. बल्कि उद्धार की उस अनुभव की ओर हम बढ़ने के लिए हम हर दिन परमेश्वर के उस वचनों को प्राप्त करने के लिए कह रहा है। എന്നാൽ രക്ഷയ്ക്കായി വളരുവാൻ നാം വചനം എന്ന ആ പാൽ കുടിക്കുവാനാണ് അവിടെ പറയുന്നത്. उसके तीसरे आयत में हम पढ़ते हैं कि now that you have tasted that the Lord is good. അതിന്റെ 3ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ആസ്വദിച്ചിരിക്കുന്നു കർത്താവ് ദയാലു എന്ന്. हालेलुया। बहुत सारे माता पिता लोग मुझसे काफी बार कुछ विषयों को प्रार्थना के लिए कहा है। അനേക മാതാപിതാക്കൾ പലപ്പോഴും പല പ്രാർത്ഥനയ്ക്കായി വിഷയങ്ങൾ എന്നോട് പറയാറുണ്ട്. पास्टर प्रार्थना कीजिएगा, मेरा बेटा मेरा बेटी ठीक से खाना नहीं खा रहा है। പാസ്റ്റർ പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞ് നന്നായി ആഹാരം കഴിക്കുന്നില്ല. वो माता पिता का बहुत बड़ा कंसर्न है अपने बच्चों के बारे में। ഒരു മാതാപിതാവിന്റെ ഏറ്റവും വലിയ ചിന്തയാണ് തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്. और यदि वो बेटा या बेटी 3 या 4 बार भी
एंड प्रेज आगे की ओर खाना नहीं खा रहा है तो जरूर कुछ बीमारी का सिम्टम्स वहां पर वो बताना चाहता है। ആ കുഞ്ഞ് 3-4 പ്രാവശ്യമായി അടുപ്പിച്ച് ആഹാരം കഴിക്കാതിരിക്കുന്നുവെങ്കിൽ തനിക്ക് എന്തോ രോഗമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. I mean तुरंत हम किसी स्पेशलिस्ट डॉक्टर्स को मिलने का प्रयास हम ढूंढते हैं। ഉടനെ തന്നെ നാം ഏതെങ്കിലും ഒരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. हालेलुया, ताकि जाने कि ये मेरा बेटा मेरा बेटी किस प्रकार की बीमारी के कारण वो खाना खाने के लिए तैयार नहीं है। എന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കുവാൻ കഴിയാത്തത്? हालेलुया, प्रेज लॉर्ड। आई मीन हर एक माता पिता अपने बच्चों के बारे में बहुत ही कंसर्न्ड है। എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വളരെ ചിന്തയുള്ളവരാണ്. आई मीन मेरा विचार ये है, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. हालेलुया, जब हम हमारे फिजिकल बॉडी के लिए खाना खाने के लिए हम इतना क्रेविंग है, നമ്മുടെ ഭൗതികമായ ഈ ശരീരത്തിന് വേണ്ടി ആഹാരം കഴിക്കുവാൻ നാം എത്ര വാഞ്ചിക്കുന്നുവെങ്കിൽ जब 1 या 2 बार खाना हमारे बच्चे नहीं खाते हैं तो हमारे अंदर डर और विचार होना शुरू होता है। 1-2 നേരം നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നാം വളരെ ചിന്തിക്കുന്നവരായി തീരുന്നു. हालेलुया, हम सोचना जरूरी है कि हमारा स्वर्ग के पिता अपने संतान हम सब एक लोग जब आत्मिक भोजन खाने के लिए हम हमें तैयार नहीं रहते हैं तब परमेश्वर का अंदर का विचार हमारे बारे में क्या होता है। എന്നാൽ നാം ചിന്തിക്കണം, സ്വർഗീയ പിതാവിന്റെ മക്കളാകുന്ന നമ്മൾ ഓരോ 2 നേരം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ആത്മിക ആഹാരം കഴിക്കുവാൻ തയ്യാറാകാതിരിക്കുമ്പോൾ അവൻ എത്രമാത്രം ചിന്ത നമ്മെ കുറിച്ച് ഉണ്ടായിരിക്കും. हम में से काफी लोग केवल संडे के दिन बाइबल उठाते हैं। നമ്മളിൽ പലരും ഞായറാഴ്ച മാത്രം ബൈബിൾ എടുക്കുന്നവരാണ്. शायद कुछ बच्चे संडे स्कूल के टाइम में शायद बाइबल ढूंढते होंगे। ചില കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ സൺഡേ സ്കൂളിലെ സമയത്ത് ബൈബിൾ അന്വേഷിക്കും. हालेलुया, हम प्रार्थना तो करते हैं लेकिन क्या हम आत्मिक भोजन करने के लिए हमारे समयों को बिताते हैं? നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരുന്നേക്കാം, എന്നാൽ ആത്മീക ആഹാരം നാം കഴിക്കുന്നുവോ? परमेश्वर कहता है कुछ बीमारी का सिम्टम्स वहां पर हम दिखा रहे हैं। ദൈവം പറയുന്നത് എന്തോ ഒരു രോഗലക്ഷണമാണ് നാം കാണിക്കുന്നത്. हालेलुया, प्रेज लॉर्ड। जब हम फिजिकल फूड खाने के लिए हम जब रिजेक्ट करने का कोशिश करते हैं तो कुछ डिसीजेस का सिम्टम्स दिखाते हैं, वैसे ही आत्मिक भोजन जब हम नहीं खाते हैं हमारे आत्मिक जिंदगी में कुछ ना कुछ बीमारी आया हुआ है। ഭൗതികമായി നാം ആഹാരം കഴിക്കുന്നില്ല എങ്കിൽ അതൊരു രോഗലക്ഷണമായി നാം കാണുന്നുവെങ്കിൽ ആത്മീക ആഹാരം കഴിക്കാതിരിക്കുന്നതും എന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമല്ലേ? डॉक्टर सबसे पहला देखता है कि इस बेटे का अंदर कुछ डाइजेशन प्रॉब्लम के कारण क्या ये खाना नहीं खा रहा है। വൈദ്യൻ ആദ്യം നോക്കുന്നത് ശാരീരികമായ എന്തെങ്കിലും ദഹനത്തിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ താൻ കഴിക്കാത്തത്. हालेलुया, कुछ जंक फूड उसके अंदर स्टक हुआ होगा, इसके लिए शायद वो खाना अंदर ले नहीं पा रहे हैं। ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് തന്റെ തൊണ്ടയിലോ എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കുന്നത് കൊണ്ടാണോ താൻ കഴിക്കാത്തത്? या वो जंक फूड के रिएक्शन के कारण, एसिडिटी के कारण अच्छा खाना अंदर की ओर जा नहीं पा रहे हैं। അതോ ആഹാരം കഴിച്ചതിന് ശേഷമായി വന്ന അസിഡിറ്റി കൊണ്ടാണോ താൻ കഴിക്കാത്തത്? वो देखना चाहता है वो डॉक्टर। ആ ഡോക്ടർ അത് അന്വേഷിക്കുന്നു. पत्रोस भी इसके दूसरे अध्याय के पहले आयत में कुछ जंक फूड्स के बारे में बताया है। ഇവിടെ പത്രോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അത്തരം ചില ആഹാര പദാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നു. जो आत्मिक तौर से हम भोजन ना लेने के लिए हमारे शरीर या हमारे आत्मिक जिंदगी जो रिजेक्ट करता है उसके बारे में वहां पर बताया गया है। ആത്മീക ആഹാരം കഴിക്കുന്നതിനെ തടയുന്ന ചില ജങ്ക് ഫുഡ്സിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. पढ़ेंगे उसके पहले आयत। അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് हालेलुया, वहां पर बताया है कि प्रेस्टोड हमारे आत्मिक भोजन अंदर जाने का प्रेस्टोड रुकावट क्या है। നമ്മുടെ ആത്മീക ആഹാരം കഴിക്കുന്നതിന് നാം തടസ്സമായിരിക്കുന്നത് എന്താണെന്ന് അവിടെ ചോദിക്കുന്നു. हालेलुया, सारे प्रेस्टोड स्वभाव के बारे में वहां पर बताया है। എല്ലാവിധമായ സ്വഭാവങ്ങളെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നു. वहां पर पत्रोस कहता है कि get rid of yourself from all malice and all deceitful things. പത്രോസ് അവിടെ പറയുന്നത് സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളക. अलग अलग बीमारियों के बारे में वहां पर बताया है। വിവിധങ്ങളായ ചില രോഗങ്ങൾ. जब ये बातें हमारे आत्मिक जिंदगी को रुकावट पहुंचा रहा है, ध्यान देना जरूरी है। उसमें से आज एक बहुत बड़ा छुटकारा हम प्राप्त करना है। ഇതിൽ ഏതെങ്കിലും നമ്മളെ ആത്മിക ആഹാരം കഴിക്കുന്നതിൽ നിന്ന് തടയുന്നുവെങ്കിൽ അതിൽ നിന്നൊരു വിടുതൽ ഇന്ന് ആവശ്യമാണ്. क्योंकि परमेश्वर के वचन ही हमें बना पाएंगे।
കാരണം ദൈവവചനത്തിന് മാത്രമേ നമ്മളെ പണിയുവാൻ കഴിയൂ. परमेश्वर का उद्देश्य हमें उस उद्धार की ओर पहुंचाना है। ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ രക്ഷ നൽകുക എന്നതാണ്. हालेलुया। यहाँ पर बताया है कि craving to have pure milk. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മായമില്ലാത്ത പാലിന് വേണ്ടിയുള്ള വാഞ്ച. And praise Lord, I mean वो ही हमें उस उद्धार के लिए तैयार करता है। അത് മാത്രമേ നമ്മളെ രക്ഷയ്ക്കായി വളർത്തുകയുള്ളൂ. I mean Philippians chapter 2 verses 12 में भी हम पढ़ते हैं। ഫിലിപ്പിയർ 2-ന്റെ फिलिपियन 2:12 ഫിലിപ്പിയർ 2:12 ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. Amen. Continue to work out your salvation with fear and trembling. उसके आगे വിറയലോടും ഭയത്തോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. I mean continue to work, I mean for your salvation. നിങ്ങളുടെ രക്ഷയ്ക്കായി നിരന്തരമായി പ്രവർത്തിപ്പീൻ. I mean उद्धार के लिए हम हर एक समय प्रयत्न करने के लिए प्रेस लॉर्ड पौलुस वहां पर बता रहा है। രക്ഷയ്ക്കായി നിരന്തരമായി പ്രവർത്തിക്കുവാനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. और कैसा करना है? बड़े भय और भक्ति के साथ, with fear and ट्रम्बलिंग करके वहां पर बताया है। ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യുവാനാണ് और उसके എഴുതിയിരിക്കുന്നത്. 13वीं आयत में हम पढ़ते हैं, അതിലെ 13-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. Amen. It is God who works in us. ദൈവമാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. परमेश्वर हमारे अंदर कार्य कर रहा है। ദൈവമാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. Praise the Lord. Hallelujah. परमेश्वर हमारे अंदर कार्य करने के लिए हम उनके लिए एक जगह बनाकर देना बहुत जरूरी है। ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം നമ്മിൽ ഒരു സ്ഥലം കൊടുക്കേണ്ടത് ആവശ്യമാണ്. हालेलुया। परमेश्वर के वचन ही हमारे अंदर ट्रांसफॉर्मेशन ला सकता है। ദൈവവചനത്തിന് മാത്രമേ നമ്മിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ കഴിയൂ. इसके लिए हर एक पल वचनों को हम खाना एंड लॉर्ड हमारे अंदर भरना बहुत ही जरूरी है। ആകയാൽ എപ്പോഴും വചനം ഭക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. दोबारा वापस हम आएंगे, पहला पत्रोस उसके दूसरे अध्याय उसके चौथे आयत हम पढ़ेंगे। 1 പത്രോസ് 2-ന്റെ 4-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി हम വരാം. कौन है करके वहां पर बताया है। അവിടെ നാം ആരാണെന്ന് വീണ്ടും എഴുതിയിരിക്കുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. हालेलुया। You are the living stone करके वहां पर बताया है। നിങ്ങൾ ജീവനുള്ള കല്ലുകൾ ആണെന്ന് അവിടെ എഴുതി. आज इस वचनों को सुनने वाला एक एक व्यक्ति, परमेश्वर कह रहा है कि आप जीवित स्टोन है, पत्थर है। ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഇന്ന് ദൈവം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ജീവനുള്ള കല്ലാണ്. परमेश्वर बनाना चाहता है अपने कलीसिया को जीवित पत्थरों से। ദൈവം തന്റെ സഭയെ പണിയുവാൻ ആഗ്രഹിക്കുന്നു ജീവനുള്ള കല്ലുകളായി. मैं एक उदाहरण बताना चाहूंगा। ഒരു ഉദാഹരണം പറയാം. हम में से काफी लोग शायद घर बनाने के लिए, अपना ही शायद घर बनाने के लिए हमने कुछ प्रयास और प्रयत्न किया होगा। ഒരുപക്ഷെ നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ ഭവനത്തിന്റെ പണിക്കായി വിവിധങ്ങളായി जब പ്രയത്നിച്ചിട്ടുള്ളവരാണ്. हम अपने घर बनाने का कोशिश करते हैं, सबसे क्वालिटी वाला एक अच्छा क्वालिटी मटेरियल्स हम ढूंढने का प्रयास करते हैं। നാം നമ്മുടെ സ്വന്തം ഭവനം പണിയുമ്പോൾ ഏറ്റവും മേത്തരമായ സാധനങ്ങളെ കൊണ്ട് മാത്രമേ നാം പണിയുകയുള്ളൂ. उस मार्केट में मिलने वाला सबसे क्वालिटी वाला मटेरियल्स हम ढूंढते हैं। ഏറ്റവും മേത്തരമായ കാര്യങ്ങളെയാണ് നാം മാർക്കറ്റിൽ അന്വേഷിക്കുന്നത്. I mean कॉमन सेंस होने वाला एक भी व्यक्ति कभी भी कचरा में से कुछ चीजें उठाकर अपने घर बनाने के लिए प्रयास नहीं करेंगे। വിവേകമുള്ള ഒരുവനും വേസ്റ്റിനകത്ത് നിന്ന് നാം കളഞ്ഞ വസ്തുവിൽ നിന്ന് എടുത്ത് തന്റെ വീട് പണിയുകയില്ല. हालेलुया। यदि ऐसा है तो मेरा परमेश्वर एक मास्टर कारपेंटर है। അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം അവൻ നല്ല ശില്പിയാണ്. हालेलुया। और वो जब अपने आले को, अपने कलीसिया को बनाने के लिए शुरुआत करता है, सबसे उत्तम चीजों को वो ढूंढता है। അവൻ തന്റെ ആലയം പണിയുമ്പോൾ, തന്റെ സഭ പണിയുമ്പോൾ ഏറ്റവും മേത്രമായതിനെ അവൻ അന്വേഷിക്കുന്നു. जब वो सबसे उत्तम चीजों को ढूंढता है, बस इतना ही सोचना है कि हम में से एक एक व्यक्ति परमेश्वर की नजरों में उत्तम करके देखा, इसके लिए हम में से एक एक व्यक्तियों को परमेश्वर ने चुना है। അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം നമ്മിലേക്കൊന്ന് നോക്കണം.
നമ്മളിൽ ഓരോരുത്തരും മേത്രമായതായതുകൊണ്ടല്ലേ അവനോട് ചേർത്ത് നമ്മെ പണിതത്. I mean, God knew that you and me are the useful vessels in His hands. അവൻ നമ്മളെയും നിന്നെയും എന്നെയും ഓരോരുത്തരെയും प्रयोजनमुള്ള ഒരു പാത്രമായി അവൻ കണ്ടു. हालेलुया। इस संसार के कोई भी हम पर जब दया नहीं दिखाया था, हमारे अंदर के खूबियों को नहीं देखा था, हमारा परमेश्वर ने हमारे अंदर का खूबियों को देखते हुए हमें उसने चुना है। ഈ ലോകം നമ്മോട് ദയ കാണിക്കാതിരുന്നപ്പോൾ, നമ്മളിലുള്ള കഴിവുകളെ കാണാതിരുന്നപ്പോൾ ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. हालेलुया। He is the Alpha and the Omega. അവൻ ആൽഫയും ഒമേഗയും वो शुरुआत और अंत को जानने वाला परमेश्वर അവൻ है। ആദിയും അന്തവും അറിയുന്നവൻ. मेरे और आपकी जिंदगी में शुरुआत और अंत क्या है देखने वाला, समझने वाला एक परमेश्वर आज भी जिंदा खुदावंद है। എന്റെ നിന്റെയും ആദിയും അന്തവും അറിഞ്ഞ് മനസ്സിലാക്കുന്നവൻ ജീവിക്കുന്നു. हालेलुया। हम में से कोई भी अचानक मसीह में नहीं आए हैं, നമ്മളിൽ ആരും ആകസ്മികമായി ക്രിസ്തുവിൽ വന്നവരല്ല. बल्कि उसने हमें नाम पुकारते हुए चुना है। അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചു. हालेलुया। हमारे चारों ओर मिलियंस एंड मिलियंस ऑफ लोग रहते हैं और उसके बीच में से हम में से एक एक लोगों को नाम पुकारते हुए चुनकर अपने कलीसिया को बनाने का एक जीवित पत्र बनाकर रखा है। നമ്മുടെ നാലുപാടും കോടി കോടി ജനങ്ങൾ ജീവിക്കുന്നു. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്ത് അവരുടെ ആലയത്തിനെ പണിയുവാനായി നമ്മെ हम തെരഞ്ഞെടുത്തിരിക്കുകയാണ്. में से कोई भी साधारण व्यक्तियां नहीं। നാം ആരും സാധാരണക്കാരല്ല. हालेलुया। I mean, एक बात सोचना जरूरी ये है, നാം ഒരിക്കൽ ഇതൊന്ന് ചിന്തിക്കണം. I mean, जब हम परमेश्वर के संतान बनते हैं, संसार हमें रिजेक्ट करना शुरू करता है। ഒരുപക്ഷെ നാം ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ ലോകം നമ്മെ ത്യജിക്കും. हालेलुया। परिवार शायद हमें छोड़ेंगे, കുടുംബങ്ങൾ നമ്മെ ഉപേക്ഷിക്കും. हमारे रिश्तेदारों हम हमें शायद छोड़ेंगे, ബന്ധക്കാർ നമ്മളെ വിട്ടുമാറും. हमारे वर्क प्लेस में शायद हम रिजेक्शन अनुभव करते होंगे, ജോലി സ്ഥലങ്ങളിൽ നാം തിരസ്കരിക്കപ്പെടും. लेकिन डरने का जरूरत नहीं, എന്നാൽ ഭയപ്പെടേണ്ട. क्योंकि परमेश्वर ने हमें चुना है। കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തില്ലേ. हालेलुया। जब तक परमेश्वर ने हमें चुना है, कोई भी हमें रिजेक्ट करे, हम सबसे अनमोल उत्तम व्यक्ति है। എല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും എല്ലാവരും ത്യജിച്ചാലും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് വിലയേറിയതായി അവൻ കണ്ടിരിക്കുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട. संसार मुझे और आपको केवल दर्द ही दे सकता है, ലോകം നമുക്ക് വേദനകൾ മാത്രമേ തരൂ. लेकिन एक हिम्मत और हौसला हमारे अंदर बढ़ाना ये है कि परमेश्वर ने हम में से एक एक लोगों को चुना है। എന്നാൽ നമ്മിലെ ധൈര്യം വർദ്ധിക്കട്ടെ. കാരണം ദൈവം നമ്മളിൽ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. पौलुस कहता है, പൗലോസ് പറയുന്നത്, Lord, सबसे हॉनरेबल एंड रेस्पेक्टेड व्यक्ति था मसीह यीशु। യേശുവാണ് ഏറ്റവും ബഹുമാന്യനും ആരാധ്യനുമായ വ്യക്തി. लेकिन यीशु को संसार ने रिजेक्ट किया। എന്നാൽ ആ യേശുവിനെ ലോകം തിരസ്കരിച്ചു. यीशु अनेक रिजेक्शन से होकर जाना पड़ा। യേശു അനേക തിരസ്കരണങ്ങളിൽ കൂടി കടന്നുപോയി. यदि संसार ने यीशु को रिजेक्ट किया है, तो हमें यदि संसार रिजेक्ट कर रहा है तो उसमें क्या इतना खासियत बात है? യേശുവിനെ ലോകം തിരസ്കരിച്ചുവെങ്കിൽ നമ്മെ അവർ ലോകം തിരസ്കരിക്കുന്നതിൽ എന്താണ് ഇത്ര ചിന്തിക്കുവാനിരിക്കുന്നത്? हालेलुया। जिसको संसार ने रिजेक्ट किया है, उनको परमेश्वर ने चुना है। ലോകം ഉപേക്ഷിച്ചതിനെ ദൈവം തിരഞ്ഞെടുത്തു. हालेलुया। आज हम शायद उस रिजेक्शन के अनुभव से होके जाते होंगे, हम उस लोनलीनेस से होके जाते होंगे, कोई भी हमें सपोर्ट करने के लिए नहीं है सोचकर हम प्रेज लॉर्ड उस आंसुओं के अनुभव से शायद हम होकर जा रहे होंगे। ഒരുപക്ഷെ നാം ഏകാന്തതയുടെ അനുഭവത്തില്, തിരസ്കരണത്തിന്റെ അനുഭവത്തില്, ആരും എന്നെ കാണുന്നില്ല എന്നുള്ള അനുഭവത്തില്, കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം നാം പോകുന്നത്. लेकिन परमेश्वर का हाथ हमारे साथ है। ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. हम पढ़ेंगे बुक ऑफ ड्यूटरोनॉमी चैप्टर 7 verses 6 हम पढ़ेंगे। ആവർത്തനം 7:6 നമുക്ക് വായിക്കാം. बुक ऑफ ड्यूटरोनॉमी चैप्टर 7 verses 6 हम कौन है करके वहां पर हम देखते हैं। ആവർത്തനം 6:7 നാം ആരാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുകയും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. 7:6 നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. Amen. You are a holy people to the Lord. നിങ്ങൾ യഹോവയ്ക്ക് വിശുദ്ധ ജനമാകുന്നു. Amen. और पढ़ेंगे ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന്
എന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. पूरे संसार के बीच में वो हम उनके चुने हुए बनने के लिए परमेश्वर ने हमें चुना है. ഭൂതലത്തിലുള്ള സകല ജാതികളുടെ ഇടയിൽ നിന്ന് തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. इंग्लिश में उस आयत को इस प्रकार लिखा है, you are the treasured possession. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ വിലയേറിയ സമ്പത്ത് എന്നാണ്. Hallelujah. You are the, praise Lord, treasured possession of the Lord. ദൈവത്തിന്റെ അവകാശമായ സമ്പാദ്യം. पूरे संसार के बीच में परमेश्वर ने हम में से एक लोगों को चुना हुआ है. हम उतने बड़े बड़े लोग हैं. ഭൂതലത്തിലെ ജാതികളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരുമാണ് നാം. Praise Lord. हम हमारे घरों में सबसे अनमोल और कीमती चीज हम कहाँ पर रखते हैं? നമ്മുടെ ഭവനങ്ങളിലെ ഏറ്റവും വിലപ്പെട്ട നല്ല വസ്തുക്കൾ നാം എവിടെയാണ് വെക്കുന്നത്? सबसे कीमती चीज हम हर एक समय लॉकर के अंदर praise Lord, बड़े ध्यान से संभाल के रखने का कोशिश करते हैं. വിലയേറിയ മൂല്യ വസ്തുക്കൾ നാം എപ്പോഴും നമ്മുടെ അലമാരികളിൽ ഏറ്റവും അകത്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. शायद वो पैसा होगा, शायद घर के बुक या पेपर होंगे, कुछ भी होंगे. सबसे कीमती चीज हम बहुत ही ध्यान से संभालने का कोशिश करते हैं. പണമായിരിക്കാം, ആധാരങ്ങളായിരിക്കാം, മറ്റു പേപ്പറുകളായിരിക്കാം, ഏറ്റവും വിലയേറിയത് നാം ഏറ്റവും സൂക്ഷിക്കുന്നു. और हम कोशिश ये भी करते हैं कि उस जगह में सीसीटीवी कैमरा रखे, वो सिक्योर करने का भी कोशिश हम करते हैं. നാം ഒരുപക്ഷെ ആ വെച്ചിരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും 24 മണിക്കൂറും സിസിടിവി സുരക്ഷിതമായി വെക്കാൻ നാം ആഗ്രഹിക്കുന്നു. यदि मनुष्य होकर हम हमारे ट्रेजर्ड पोजीशन को संभालना हम जानते हैं, तो മനുഷ്യരായ നാം നമ്മുടെ വിലയേറിയ സാധനങ്ങളെ സംരക്ഷിക്കുവാൻ ഇത്രമാത്രം ഒക്കെ ചെയ്യുന്നുവെങ്കിൽ स्वर्गीय पिता परमेश्वर अपने ट्रेजर्ड पोजीशन हम एक एक व्यक्ति को संभालने के लिए क्या उसके लिए मेशर्स नहीं लेते हैं? സ്വർഗീയ പിതാവായ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിലയേറിയ സമ്പത്തായ നമ്മെ സംരക്ഷിക്കുവാൻ അവൻ ഒന്നും ചെയ്യാതിരിക്കുമോ? Amen. Praise the Lord. He takes care of us in a mighty way. അവൻ നമ്മെ വലിയ ശക്തമായ രീതിയിൽ സംരക്ഷിക്കും. Hallelujah. Praise the Lord. हम साधारण लोग नहीं, हम उसका treasured possession നാം ഒരു സാധാരണക്കാരല്ല, നാം തിരഞ്ഞെടുക്കപ്പെട്ട സമ്പത്താണ്. हमारे बच्चों के और हम बड़े ध्यान से हम देखते हैं. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളരെ ശ്രദ്ധയോടെ यदि പരിപാലിക്കും. छोटे बच्चे तो हम ध्यान देते कि वे उंगली स्विच के अंदर ना डाले, कहीं पर भी आफत होने वाले जगहों पे वो कुछ भी ना करे, ध्यान हम देते रहते हैं. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ വിരലുകൾ അവർ സ്വിച്ച് ബോർഡിലെ പ്ലഗ് പോയിന്റിൽ ഒന്നും ഇടാതെ നാം എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. उनको संभालने के लिए कुछ भी करने के लिए हम तैयार हैं. അവരെ സംരക്ഷിക്കുവാൻ നാം എന്തും ചെയ്യുവാൻ തയ്യാറാണ്. एक बार मैं और परिवार और मेरा बहन और परिवार हम मिलके बैंगलोर से केरला की ओर हम ट्रेन में यात्रा कर रहे थे. ഒരിക്കൽ ഞാനും കുടുംബമായി എന്റെ സഹോദരിയും കുടുംബമായി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ उस समय में मेरा बहन का जो बेटी है केवल 1 साल का उम्र था. എന്റെ സഹോദരിയുടെ കുഞ്ഞിന് അന്ന് 1 വയസ്സേ ഉള്ളൂ. और उस समय में मैंने कुछ बातों को देखा. അന്ന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. जब हम ट्रेन में हमारे बोगी में जब हम प्रवेश किया, ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ ബോഗിയിൽ പ്രവേശിച്ചപ്പോൾ मैं देख रहा था कि मेरा बहन का हस्बैंड बड़े ध्यान पूर्वक वेट टिश्यूज लेके पूरा विंडोज, वहां का सीट सब एकदम क्लीन करते हुए मैंने देखा. എന്റെ സഹോദരിയുടെ ഭർത്താവ് വെറ്റ് ടിഷ്യൂസ് എടുത്ത് താൻ ആ ട്രെയിനിന്റെ ബോഗിയിലെ കുഞ്ഞുള്ള എല്ലാ ഏരിയകളും താൻ ക്ലീൻ ചെയ്തു. मैंने पूछा क्यों कर रहे हैं? ഞാൻ ചോദിച്ചു ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത്? वो बताया कि शायद बच्चा दांत से या मुंह से उस विंडो में कुछ छुएगा तो वहां का वो जो बातें हैं वो शायद उनके अंदर जा सकता है. ഞാൻ എന്നോട് പറഞ്ഞത് കുഞ്ഞ് ഒരു പക്ഷേ വായി കൊണ്ട് അവിടെയൊക്കെ കടിക്കുകയോ നക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെയുള്ള അഴുക്കൊക്കെ കുഞ്ഞിന്റെ അകത്ത് പോകും. वो इन्फेक्शंस अंदर नहीं जाने के लिए अपने पिता बड़े ध्यानपूर्वक वहां पर पूरा सफाई कर रहा है. ആ അഴുക്കുകളൊന്നും കുഞ്ഞിനകത്ത് പോകാതിരിക്കുവാൻ ആ പിതാവ് വളരെ ശ്രദ്ധയോടെ അവിടെ എല്ലാം വൃത്തിയാക്കി. मैं इस आयत को जब पढ़ रहा था, जल्दी से इस बातों की ओर मेरा ध्यान गया. ഈ വാചനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കാര്യം എന്റെ മനസ്സിലേക്ക് ഓടി एक വന്നു. संसार का पिता यदि अपने बच्चे को संभालने के लिए इतना ख्याल रखते हैं, तो स्वर्गीय पिता मेरे और आपके लिए कितना ज्यादा ख्याल रखता है. ഈ ലോകത്തിലെ ഒരു പിതാവ് തന്റെ മക്കളെ സംരക്ഷിക്കുവാൻ ഇത്രയൊക്കെ ചെയ്യുന്നുവെങ്കിൽ സ്വർഗീയമായ പിതാവ് എന്തെല്ലാം നമുക്ക് വേണ്ടി കരുതും. क्योंकि हमारा परमेश्वर के लिए हम एक ट्रेजर्ड पोजीशन है. കാരണം നാം ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സമ്പത്താണ്. संसार कहता है कि तुम रिजेक्टेड है, लेकिन परमेश्वर कहता है नहीं, वो रिजेक्टेड नहीं है, मेरे लिए सबसे अनमोल व्यक्ति है. ലോകം നമ്മോട് പറയുന്നു തിരസ്കരിക്കപ്പെട്ടവനാണ്, എന്നാൽ അതല്ല, നാം വിലയേറിയ സമ്പത്താണ്. यीशु के भाइयों ने और वहां के समाज ने कहा कि जीसस इज बीन रिजेक्टेड.
യേശുവിന്റെ സഹോദരരും അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു ഇവനെ ഉപേക്ഷിച്ചു കളയുക. लेकिन स्वर्गीय पिता ने एक बात कहा, എന്നാൽ സ്വർഗീയ പിതാവ് ഒരു കാര്യം പറഞ്ഞു, he is my beloved son. ഇവൻ എന്റെ പ്രിയപുത്രൻ, I mean, I am well pleased in him. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Hallelujah, praise Lord. संसार ने कहा कि ये रिजेक्टेड है, लेकिन परमेश्वर कहता है he is my beloved son. ലോകം പറഞ്ഞു ഇവനെ ഉപേക്ഷിച്ചു കളയുക, എന്നാൽ സ്വർഗം പറഞ്ഞു ഇവൻ എന്റെ പ്രിയപുത്രൻ. Hallelujah, praise Lord. हमारे चारों ओर का संसार मेरे और आपकी जिंदगी को देखकर कह रहा है कि you are been rejected, लेकिन परमेश्वर कहता है नहीं, you are rejected नहीं है, but you are my beloved sons and daughters. നമ്മുടെ ചുറ്റുപാടുമുള്ള ലോക മനുഷ്യർ നമ്മെ നോക്കി പറയുകയാണ് നീ ഉപേക്ഷിക്കപ്പെട്ടവൻ, എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി പറയുകയാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ മകൻ. Hallelujah. इफिसियों के पत्री उसके पहले अध्याय में पढ़ते हैं. എഫെസ്യർ 1 നാം ഇങ്ങനെ വായിക്കുന്നു, Hallelujah. हम एपिसोड संसार के नींव डालने से पहले ही हम चुने हुए थे. നാം ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Hallelujah. परमेश्वर ने हमें चुना जब हम इस संसार का नींव डाल रहा था. അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. Hallelujah. Praise Lord. परमेश्वर ने हमें चुना है और एक एपिसोड पोजीशन में हमें रखा है. നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് ഒരു പദവിയിൽ വെച്ചിരിക്കുന്നു. Hallelujah. लेकिन मैं और आप कितने बार उस पोजीशन के अनुसार हमारे जिंदगी को बिताया है. എന്നാൽ ദൈവം നമ്മെ വെച്ചിരിക്കുന്ന പദവിക്ക് അനുസരിച്ച് നാം എത്ര പേർ ജീവിക്കുന്നു. हालेलुया. हम में से कितने लोग के अंदर वो विचार है कि परमेश्वर ने मुझे चुना है and I am his treasured possession. നമ്മളിൽ എത്ര പേർക്ക് ഈ ചിന്തയുണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ വെച്ചിരിക്കുന്ന പദവി എന്താണ്. यदि मुझे और आपको एक कंपनी में एक अपॉइंटमेंट लेटर मिलता है നമ്മളിൽ ആർക്കെങ്കിലും കമ്പനിയിൽ നിന്നൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കുമ്പോൾ और मैनेजर पोस्ट के लिए अपॉइंटमेंट मिलता है, മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ वो अपॉइंटमेंट लेटर मेरे हाथ में होने का मतलब ये नहीं कि मैं मैनेजर हो गया, അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കയ്യിൽ ലഭിച്ചാൽ ഉടനെ ഞാൻ മാനേജർ ആകുന്നില്ല. बल्कि मैं उस सीट में भी जाके बैठना बहुत जरूरी है. ഞാൻ ആ സ്ഥലത്ത് പോയി ഇരിക്കണം. जब तक मैं उस पोजीशन को अपना ना लूं तब तक प्रेस रोड केवल वो एक अपॉइंटमेंट लेटर बनकर मेरे हाथ में रहता है. ആ സ്ഥാനത്തെ ഞാനായി ചെന്നെടുക്കാത്ത സമയം വരെ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കയ്യിൽ വെറുതെ ഇരിക്കും. परमेश्वर ने मुझे और आपको अपॉइंटमेंट लेटर दिया है, लेकिन हम में से कितने लोग उस पोजीशन के अनुसार हमारे जिंदगी को बिता रहे हैं. നമ്മളിൽ ഓരോരുത്തർക്കും ദൈവം തന്റെ ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നിരിക്കുകയാണ്, പക്ഷെ നമ്മളിൽ എത്ര പേർ ആ പദവിയിലേക്ക് കയറിയിട്ടുണ്ട്. एक बार चार्ल्स स्पर्जन नाम के एक परमेश्वर की दास ने एक प्रकार कहा, ഒരിക്കൽ ചാൾസ് സ്പർജൻ ഇങ്ങനെ പറഞ്ഞു, प्रेज़ लॉर्ड, अच्छा हो गया कि मेरा जन्म से पहले ही, संसार की नींव डालने से पहले ही परमेश्वर ने मुझे चुन लिया. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ എന്നെ തിരഞ്ഞെടുത്തത് നന്നായി. आमीन. यदि जन्म होने के बाद में वो मुझे चुनता तो कभी भी मेरे ऊपर तरस भी नहीं खाता था. ഞാൻ ജനിച്ചതിന് ശേഷമാണ് എന്റെ തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ഒരു പക്ഷേ എന്റെ മേൽ മനസ്സലിവ് ഉണ്ടാകില്ലായിരുന്നു. हालेलुया. मैं और आप उस सौभाग्य के अनुभव में है. നമ്മൾ ഓരോരുത്തരും ആ ഒരു സൗഭാഗ്യമായ അനുഭവത്തിലാണ്. मैं और आप जन्म होने के बाद में नहीं, बल्कि उससे पहले ही उसने मेरे और आपको आपको चुन लिया. നാം ജനിച്ചതിന് ശേഷമല്ല, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. यही उसके द्वारा स्पर्जन कहना चाहता है कि it is not the beauty, it is not the family background, but it is the grace of God which has chosen us. താൻ ഇങ്ങനെയാണ് പറയുവാൻ ആഗ്രഹിച്ചത്, നമ്മുടെ സൗന്ദര്യമല്ല, നമ്മുടെ കുടുംബ മഹിമകളല്ല, ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന് ആധാരം. हालेलुया. प्रेज़ लॉर्ड. मेरे और आपके अंदर का खूबी देखकर उसने नहीं चुना है, बल्कि हमारे ऊपर पहले ही उस सिलेक्शन आया हुआ था. നമ്മുടെ കഴിവുകളെ നോക്കിയല്ല അവൻ തിരഞ്ഞെടുത്തത്, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. दूसरी बात, परमेश्वर हमें चुनने का एक कारण ये है, രണ്ടാമത്തെ കാരണം ഇതാണ്, it was a pleasure for our Lord. നമ്മുടെ ദൈവത്തിന് അതൊരു വലിയ ആനന്ദമായിരുന്നു. हालेलुया. एक बच्चा जब एक घर में जन्म लेता है, उस घर में बड़ा आनंद से भर जाते हैं. ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഭവനം മുഴുവൻ സന്തോഷത്താൽ ആനന്ദിക്കുന്നു. तब तक का हर एक दर्द या आंसू मिट जाता है जब एक बच्चा उस घर में जन्म लेता है. അന്ന് വരെയുള്ള കണ്ണുനീരും വേദനകളും എല്ലാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഭവനത്തിൽ നിന്ന് മാറിപ്പോകും. मैं और आप जब परमेश्वर की भवन में जन्म लिया, उस समय में स्वर्ग सबसे बड़ा आनंद मनाया. നമ്മളിൽ ഓരോരുത്തരും ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ജനിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ വലിയ ആനന്ദമുണ്ടായി. हालेलुया. प्रेज़ द लॉर्ड. हालेलुया. आज सोचना जरूरी है कि हम में से कोई भी साधारण लोग नहीं है. നാം ചിന്തിക്കണം, ഇന്ന് ഒരിക്കൽ കൂടി നാം ആരും സാധാരണക്കാരല്ല. स्वर्ग में सबसे आनंद मनाया जब मैं और आप परमेश्वर की घर में जन्म लिया നമ്മൾ था. ഓരോരുത്തരും ദൈവിക ഭവനത്തിൽ ജനിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ വലിയ ആനന്ദമുണ്ടായി.
हालेलुया, परमेश्वर खुद कह रहा है कि प्रेज़ लॉर्ड आप एंड प्रेज़ लॉर्ड शैतान को एंड प्रेज़ लॉर्ड कब्जा या काबुल करने में मैं कभी भी आनंद नहीं मना रहा हूँ। ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, നീ വലിയ ശത്രുക്കളെ തോൽപ്പിച്ചത് കൊണ്ടോ പിശാചിന് മേൽ വലിയ ജയം കൊണ്ടത് കൊണ്ടോ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. और बीमारियों के ऊपर चंगाई पाने के कारण मैं आनंद नहीं मना रहा हूँ। എനിക്ക് രോഗസൗഖ്യം ഉണ്ടായതിൽ എനിക്ക് വലിയ ആനന്ദമൊന്നുമില്ല. And praise the Lord, hallelujah, बल्कि आपने परमेश्वर की भवन में जन्म लिया, उसके कारण मैं आनंद मना रहा हूँ। परमेश्वर कह रहा എന്നാൽ है, നീ ദൈവ ഭവനത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. hallelujah, praise the Lord, we are the treasures of the Lord. നാം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശം. लेकिन एक बात हर एक समय शैतान हमसे कहता है, എന്നാൽ പിശാച് എപ്പോഴും നമ്മളോട് പറയും, हमें praise the Lord, you are been rejected, നീ തിരസ്കരിക്കപ്പെട്ടു, कोई तेरे साथ खड़े नहीं നിന്റെ रहेगा। കൂടെ ആരുമില്ല, हालेलुया, कोई भी तुझे पसंद नहीं करता। നിന്നെ ആരും സ്നേഹിക്കുന്നില്ല, हालेलुया, कोई भी तुझे फोन नहीं करता। നിന്നെ ഇനി ആരും വിളിക്കത്തില്ല, हालेलुया, सब लोग ने तुझे छोड़ दिया है। എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു. हालेलुया बोलकर हमें निराशा के अनुभव में लेके जाने का पूरा प्रयास शैतान करता है। ഇതെല്ലാം പറഞ്ഞ് നമ്മെ നിരാശയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് ശ്രമിക്കും. लेकिन प्रेस लॉर्ड आज वचनों के द्वारा आपको उत्साह देना चाहूंगा कि शैतान की उस बातों में हम गिर ना जाए। എന്നാൽ ഞാൻ വചനത്തിലൂടെ ഇത് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ശത്രുവിന്റെ ആ വാക്കുകൾ കേട്ട് നിങ്ങൾ പരാജയപ്പെടരുത്. शैतान के शब्द हर एक समय में निराश करने के लिए होता है। പിശാചിന്റെ ശബ്ദം എപ്പോഴും നമ്മെ നിരാശപ്പെടുത്തും. मैं अकेला हूँ, कोई मुझे पूछने के लिए नहीं है, क्यों मेरा इस बीमारी नहीं हट रहा है, क्यों मैं समस्याओं से होके जा रहा है, बोल के क्वेश्चन पूछने के लिए बहुत सारे क्वेश्चंस हमारे सामने शैतान लेकर आता है। എന്നെ നോക്കുവാൻ ആരുമില്ല, എന്നെ വിളിക്കുവാനോ അന്വേഷിക്കുവാനോ ആരുമില്ല എന്ന് പറഞ്ഞ് പല വാക്കുകളാൽ ശത്രു നമ്മെ നിരാശപ്പെടുത്തും. लेकिन ध्यान देना जरूरी है, you are the treasured possession of the Lord. എന്നാൽ വളരെ ശ്രദ്ധിക്കണം, നാം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ വിലയേറിയ സമ്പത്താണ്. परमेश्वर हम में आनंद मना रहा है। ദൈവം നമ്മെ സന്തോഷിക്കും. और कुछ आयतों को पढ़ेंगे। सफनिया की पुस्तक उसके 3रे अध्याय उसके 17वें आयत को हम पढ़ेंगे। सफनिया चैप्टर 3 वर्सेस 17। സെഫന്യാവ് 3:17 വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. he will take great delight in you. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. and मेरी और जिंदगी को देखकर मेरा परमेश्वर बहुत आनंद उठाता है। എന്റെയും നിന്റെയും ജീവിതത്തെ നോക്കി ദൈവം വളരെ സന്തോഷിക്കുന്നു. जब परमेश्वर मेरी और आपकी जिंदगी को देखकर बड़ा डिलाइट ले रहा है, आनंद मना रहा है, तो संसार में बाकी के लोग मेरे और आपके साथ जो आनंद मनाता है वो तो केवल एक बोनस है। നമ്മുടെ ജീവിതത്തെ, എന്റെയും നിന്റെയും ജീവിതത്തെ നോക്കി ദൈവം അതിൽ അത്യന്തം സന്തോഷിക്കുന്നുവെങ്കിൽ ലോകം നമ്മെ കുറിച്ച് തിരസ്കരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വെറും വിലയില്ലാത്തതാണ്. हालेलुया। और जो उसके बाद में जो संसार में प्यार देता है वो केवल एक बोनस बन जाता है। ഇനി ലോകം നമ്മെ സ്നേഹിച്ചാൽ അതൊരു സൈഡിലെ ബോണസ് ആയി ലഭിച്ചു എന്നുള്ളതേ ഉള്ളൂ. क्योंकि परमेश्वर का प्रेम सबसे अनोखा प्यार है। അതിലെല്ലാം വിലയേറിയതാണ് ദൈവത്തിന്റെ സ്നേഹം. उसके नीचे की आयतों को भी हम पढ़ेंगे। उसका അതിന്റെ താഴോട്ട് നാം വായിക്കുന്നു, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും, ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായ സംഘത്തെ വിട്ടു ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. इंग्लिश में इस प्रकार लिखा है कि he will calm and give rest of peace to the dear ones. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്റെ സ്നേഹത്തിൽ അവൻ മൗനമായി ഇരുന്ന് തന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കും. हालेलुया। अपने प्रिय लोगों को वो विश्राम देगा समाधान के साथ। തന്റെ പ്രിയപ്പെട്ടവർക്ക് അവൻ വിശ്രമം നൽകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हालेलुया। हमारे भय के उस अनुभव की ओर परमेश्वर देखकर कहता है कि तुम डरने का जरूरत नहीं, बल्कि मैं आपको प्यार से उस विश्राम को देना चाहता हूँ। നമ്മുടെ ഭയങ്കരമായ സാഹചര്യങ്ങളെ നോക്കി ദൈവം പറയുകയാണ്, പേടിക്കേണ്ട, ഞാൻ നിനക്ക് മിണ്ടാതെ ഇരുന്ന് വിശ്രമം നൽകും. और उसके 19th आयत को भी हम पढ़ेंगे। അതിന്റെ 19 ഇങ്ങനെ വായിക്കുന്നു, നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. हालेलुया। जो लोग उस निंदा के अनुभव से होकर गया था, उनके लिए बहुत बड़े प्रशंसा का बात मैं बनाऊंगा। ലജ്ജ നേരിട്ടവർക്ക് ഒരു വലിയ പ്രശംസ ഉണ്ടാകും. हालेलुया। Praise the Lord। परमेश्वर कहता है कि जहां पर तुमने निंदा उठाया था, जहां पर तुमने उस रिजेक्शंस को उठाया था, वहां पर मैं तुम्हें आदर करने वाला महान परमेश्वर हूं। ദൈവം പറയുന്നത്, നീ ലജ്ജിക്കപ്പെട്ട ഇടത്ത്
നീ തിരസ്കരിക്കപ്പെട്ടയിടത്ത് നിനക്ക് വലിയൊരു മാനമുണ്ടാകുമെന്ന് ദൈവം പറയുന്നു. आज मैं और आप जाने वाला उस निंदा और रिजेक्शंस के अनुभव को बदलने वाला एक परमेश्वर आज भी जिंदा है. നമ്മുടെ നിന്ദയുടെയും തിരസ്കരണത്തിന്റെയും അനുഭവം മാറ്റുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. The life of rejection is, hallelujah, never waste for us. നമ്മുടെ നിന്ദയുടെ തിരസ്കരണത്തിന്റെ ദിവസങ്ങളൊന്നും വെറുതെ ആവുകയില്ല. मैं जब काफी निंदा के अनुभव से होकर गया, जब मैंने परमेश्वर से पूछा, परमेश्वर ने कहा उसी जगह पर तुझे आदर करने के लिए मैं तुझे उस निंदा के अनुभव से लेकर गया था. വളരെ നിന്ദയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയ സമയത്ത് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ നിന്ദിക്കപ്പെട്ടിടത്ത് തന്നെ നിന്നെ മാനിച്ചുയർത്തുന്ന ദൈവമാണ്. हालेलुया, प्रेज लॉर्ड. हम में से हर एक लोगों के मन में होने वाला एक विचार है कि मैं क्यों इस निंदा को सहना पड़ रहा है. നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ നിന്ദിക്കപ്പെടണം. लेकिन परमेश्वर कहता है डरने का जरूरत नहीं, मैं तुझे आदर करने वाला परमेश्वर. ദൈവം പറയുന്നത് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവം. वापस हम पहले पत्रोस उसके दूसरे अध्याय और उसके 5वें आयत में हम आएंगे. उसकी आखिरी बातों को हम जल्दी से हम ध्यान में आएंगे. അവസാനമായി നമുക്ക് 1 പത്രോസ് 2:5 വാക്യത്തിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. And praise Lord, to be holy priesthood करके लिखा है. വിശുദ്ധ പുരോഹിത വർഗം. हालेलुया. हम साधारण व्यक्ति नहीं बल्कि होली प्रीस्टहुड करके वहां पर बताया है. സാധാരണക്കാരല്ല, വിശുദ്ധ പുരോഹിത വർഗമാകുന്നു. और 9वें आयत को भी हम पढ़ेंगे. 9 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. रॉयल प्रीस्टहुड करके 9वें आयत में पढ़ते हैं. രാജകീയ പുരോഹിത വർഗം हालेलुया. एक राजा का प्रीस्टहुड परमेश्वर में दिया है. ഒരു രാജാവിന്റെ പുരോഹിത വർഗം നമുക്ക് തന്നിരിക്കുന്നു. 5वें आयत में हमने पढ़ा कि हम विशुद्ध प्रीस्टहुड में है. 5 വാക്യത്തിൽ നാം വായിക്കുന്നത് വിശുദ്ധ പുരോഹിത വർഗം. और 9वें आयत में एक किंगशिप परमेश्वर में दे रहा है. 9ാമത്തെ വാക്യത്തിൽ ഒരു രാജകീയ പുരോഹിത വർഗം. हालेलुया. पुराने नियम की ओर हम जब आते हैं वहां पर हम पढ़ते हैं कि रॉयल प्रीस्टहुड एंड होली प्रीस्टहुड के बीच में बहुत बड़ा अंतर है. പഴയ നിയമത്തിലേക്ക് നാം പോയാൽ വിശുദ്ധ പുരോഹിത വർഗ വംശവും രാജകീയ പുരോഹിത വർഗ വംശവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. If you come under the holy priesthood, നിങ്ങൾ വിശുദ്ധ വർഗ പുരോഹിത വർഗത്തിന്റെ അകത്താണെങ്കിൽ you cannot do the royalhood, the kingship. You cannot take the kingship of that country. നിനക്ക് രാജകീയമായ പദവികൾ ഒന്നും എടുക്കുവാൻ കഴിയത്തില്ല. And if you are a king, you cannot be the holy priesthood. നീ രാജകീയ പദവിയിലാണെങ്കിൽ നിനക്ക് പുരോഹിതന്റെ ഒരു ജോലിയും ചെയ്യാൻ കഴിയത്തില്ല. either or, दो में से कोई एक ही परमेश्वर वहां पर पुराने नियम में परमेश्वर के लोगों को दिया था. ഏതെങ്കിലും ഒന്നേ ദൈവജനത്തിന് ദൈവം കൊടുത്തിട്ടുള്ളൂ. praise Lord, केवल लेवी गोत्र को ही परमेश्वर ने praise Lord, हाई प्रीस्ट या प्रीस्ट बनने के लिए परमेश्वर ने मौका दिया. ലേവ്യ കുലത്തിന് മാത്രമേ പുരോഹിതനാകുവാനോ മഹാപുരോഹിതനാകുവാനോ കഴിയുകയുള്ളൂ. praise Lord, महायाजक बनने का praise Lord बहुत सारे बेनिफिट्स है, लेकिन praise Lord, एक किंग होने का एक अलग बेनिफिट है. പുരോഹിതനാകുവാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്, രാജാവാകാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. और दोनों के बीच में भी बहुत बड़ा डेंजर भी छुपा हुआ है. അതിന് പുറകിൽ ഒത്തിരി അപകടങ്ങളുമുണ്ട്. और कुछ बातों को हम उदाहरण के तौर से हम आज जल्दी से सोचेंगे. പെട്ടെന്ന് ചില ഉദാഹരണങ്ങൾ നോക്കാം. पहले शामूएल उसके 30वें अध्याय 30th चैप्टर में हम इस प्रकार पढ़ते हैं कि शमूएल वहां पर बलि चढ़ाने के लिए आने वाला था. 1 ശമൂവേൽ 30 നാം ഇങ്ങനെ വായിക്കുന്നു, ശമൂവേൽ യാഗം കഴിക്കുവാനായി വരികയായിരുന്നു. और जब वो आने के लिए थोड़ा समय हो गया, शाऊल कहता है कि शमूएल आने के लिए समय हो रहा है, इसके लिए आइए हम मिलकर और हम परमेश्वर के लिए बलि चढ़ाएंगे. ശമൂവേൽ വരുവാൻ അല്പം താമസിച്ചപ്പോൾ ശൗൽ പറയുകയാണ്, ശമൂവേൽ വരുന്നതിന് മുമ്പേ വാ, നമുക്ക് യാഗം കഴിക്കാം. He was in a hurry to offer the sacrifice. അവൻ യാഗം അർപ്പിക്കുവാൻ വളരെ തിരക്കിട്ടു. लेकिन शमूएल आने तक वो इंतजार कर सकता था. ശമൂവേൽ വരുന്നത് വരെ അവന് വെയിറ്റ് ചെയ്യാമായിരുന്നു. क्योंकि परमेश्वर ने शाऊल को बलि चढ़ाने का कोई भी अवकाश नहीं दिया था. കാരണം ശൗലിന് യാഗം അർപ്പിക്കുവാനുള്ള ഒരു അവകാശവും ഇല്ല. और जब शाऊल ने वहां पर बलि चढ़ाया, शमूएल आकर कहता है कि यहोवा के सम्मुख आपने क्रोध के बातों को किया है. ശമൂവേൽ വന്ന് ശൗലിനോട് പറയുകയാണ്, ദൈവക്രോധം ജനിക്കത്തക്കവണ്ണം നീ ചിലത് ചെയ്തിരിക്കുന്നു. You have done wrong in the sight of the Lord. നീ ദൈവത്തിന് മുമ്പാകെ തെറ്റുകാരനായി. और इसके लिए आपके सामने से राज्य के उस पदवी को
परमेश्वर हटाने जा रहा है। ആകയാൽ നിന്റെ രാജപദവിയെ ഞാൻ മാറ്റിക്കളഞ്ഞു. I mean, एक गुनाह करने के कारण परमेश्वर ने उन्हें दिया हुआ किंगशिप को परमेश्वर उठा रहा है। താൻ ചെയ്ത ഒരു തെറ്റ് കാരണം തന്റെ രാജപദവി തന്നെ നഷ്ടമായി. हालेलुया, कितना गंभीर बात है वहां पर हम सोचना है। എത്ര വലിയ ഭയങ്കര കാര്യമാണ് അവിടെ കാണുന്നത്. सेकंड क्रॉनिकल्स चैप्टर 26 में हम पढ़ते हैं, 2 ദിനവൃത്താന്തം 26 നാം വായിക്കുന്നു. उसके 16 से लेकर 21 तक की आयतों में हम पढ़ते हैं कि किंग उरिया के बारे में लिखा है। 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഉരിയ രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. उसिया राजा के बारे में हम पढ़ते हैं कि he was a powerful king, ഉസിയ രാജാവ് വളരെ ശക്തനായിരുന്നു. and बहुत सारे अनुग्रह परमेश्वर उसके सीजन में दिया है। ഒത്തിരി അനുഗ്രഹങ്ങൾ അവന്റെ കാലഘട്ടത്തിൽ ലഭിച്ചു. और जब उसके अंदर घमंड आ गया तब वो परमेश्वर की आलय के अंदर वो प्रवेश करता है। എന്നാൽ തന്നിൽ അഹങ്കാരം വന്നപ്പോൾ താൻ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചിട്ട് और वहां पर जो महायाजक लोग करना है उस सेवकाई को वो करने के लिए तैयार हो रहा है। മഹാപുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ താൻ അവിടെ ചെയ്യുവാൻ ശ്രമിക്കുന്നു. आमीन। और तुरंत प्रेस लॉर्ड कोड़ी उनके सिर में आता है അവന്റെ മുഖത്ത് മുഴുവനും കുഷ്ഠരോഗം ബാധിച്ചു. और महायाजक लोग उसे जल्दी से पकड़ के प्रेस लॉर्ड उस जगह के बाहर उन्हें खड़ा करता है। മഹാപുരോഹിതന്മാർ അവനെ പുറത്തു കൊണ്ടുപോകും. हालेलुया, परमेश्वर की क्रोध है जहां पर परमेश्वर की महायाजक लोग करना है वहां पर राजा जब किया बहुत बड़ा एक डेंजर वो फेस करना पड़ रहा है। മഹാപുരോഹിതൻ ചെയ്യേണ്ടത് രാജാവ് ചെയ്തപ്പോൾ അവിടെ ദൈവകോപം വരികയാണ്. हालेलुया, लेकिन नया नियम में परमेश्वर ने अपने लोगों को एक नया उन्नति एक पदवी परमेश्वर ने दिया। എന്നാൽ പുതിയ നിയമത്തിൽ തന്റെ ദൈവജനത്തിന് ദൈവം ഒരു പുതിയ പദവിയാണ് കൊടുത്തിരിക്കുന്നത്. हालेलुया, परमेश्वर कहता है कि you have been chosen as a royal priesthood, നിങ്ങൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമായിരിക്കും. और केवल वही नहीं, and you have been chosen as a holy priesthood. നിങ്ങൾ വിശുദ്ധ പുരോഹിത വർഗവും കൂടിയാണ്. I mean, दोनों को परमेश्वर के लोगों को दे रहा है। രണ്ട് പദവികളും ദൈവജനത്തിന് ദൈവം കൊടുത്തു. हालेलुया, आज मैं और आपको इस दोनों पदवी देकर परमेश्वर ने चुना है। നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ഈ രണ്ട് പദവിയിലാണ് ദൈവം ഇരുത്തിയിരിക്കുന്നത്. छोटे छोटे बातों में टेंशन लेके हमारे जिंदगी को खत्म करने के लिए परमेश्वर हमें नहीं बुलाया। ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമിച്ച് നമ്മുടെ ജീവിതം തീർക്കരുത്. आज जब शैतान हमारे अंदर एक विचार लाता है कि तू कुछ नहीं कर सकता, तुझ में ये कमी है, तू उसमें काबिलियत नहीं पाएगा बोलकर तुझे जब हराने का, मन को गिराने का जब कोशिश करता है, उसके ऊपर आज वचनों के द्वारा जय को प्राप्त करना जरूरी है। ഈ ദിവസങ്ങളിൽ ശത്രുവായ സാത്താൻ കടന്നു വന്ന് നിനക്ക് ആ കഴിവില്ല, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. हालेलुया, परमेश्वर ने आपको नाम पुकार कर चुना है ദൈവം നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. और परमेश्वर ने कुछ बातों को आपको सौंपा है। ദൈവം ചില കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. हालेलुया, पुराने नियम में महायाजक का काम क्या था? പഴയ നിയമത്തിൽ മഹാപുരോഹിതന്റെ എന്തായിരുന്നു ജോലി? हालेलुया, he used to speak to God അവൻ ദൈവത്തോട് സംസാരിക്കും. और परमेश्वर से आवाज सुन के अपने लोगों की ओर बताता അവൻ था। ദൈവ ശബ്ദം കേട്ട് ജനത്തിന് കൊടുത്തു. लोगों के दर्दों को परमेश्वर की ओर वो बांटता था ദൈവജനത്തിന്റെ വേദന ദൈവത്തോട് പറയും. और जो पाप से आया उस व्यक्ति के लिए बलि चढ़ाते हुए उसको पाप में से मुक्ति देने के लिए एक मीडिएटर उस प्रीस्ट बनता था। പാപിയുടെ പാപപരിഹാരത്തിനായി താൻ ഒരു മധ്യസ്ഥനായി നിൽക്കും. हालेलुया, नए नियम में भी परमेश्वर उसी बातों के लिए हम में से एक एक लोगों को चुना है। നമ്മളെ പുതിയ നിയമത്തിലും നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തു. To intercede for many people around us. മധ്യസ്ഥത അണയ്ക്കുവാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകർക്ക് വേണ്ടി. हमारे चारों ओर जब लोग पाप कर रहे हैं या हमारे कलीसिया में किसी ने पाप कर लिया, उस बातों को उठाते हुए उसने पाप किया, उसने ये किया, उसने वो बोला है बोलकर उसको दिखाने के लिए परमेश्वर हमें नहीं चुना है। നമ്മളുടെ ചുറ്റുപാടുമുള്ളവർ നമ്മുടെ സഭയിലുള്ളവർ പാപം ചെയ്യുമ്പോൾ നീ അത് ചെയ്തു, നീ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാനല്ല. हालेलुया, जब कोई पाप में गिरा हुआ जब हम अनुभव को देखते हैं, उनको और भी गिराने के लिए नहीं बल्कि उसको परमेश्वर की ओर लाकर परमेश्वर से प्रार्थना करने के लिए हम में से एक एक लोगों को परमेश्वर ने चुना है। പാപത്തിൽ വീണവനെ വീണ്ടും പാപത്തിലേക്ക് കൊണ്ടുപോകുവാനല്ല, അവന്റെ കാര്യമെടുത്ത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് മധ്യസ്ഥ അണയ്ക്കുവാനാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. हालेलुया, प्रेज द लॉर्ड। आज हम सोच कर देखे परमेश्वर ने हमें क्या पदवी दिया है। നാം ഇതൊന്ന് ചിന്തിച്ച് നമുക്ക് എന്ത് പദവിയാ ദൈവം And praise Lord, as a royal priesthood, परमेश्वर हमें चुना है। വിശുദ്ധ പുരോഹിതനായി നമ്മെ തിരഞ്ഞെടുത്തു. हालेलुया, मैं जाकर प्रेस लॉर्ड पार्लियामेंट में जाकर मोदी के उस कमरे के सामने जाकर कहूंगा कि प्रेस लॉर्ड आई एम द पीएम करके कहूंगा तो लोग मुझे उठाकर जेल में डालेंगे। ഞാൻ മോദി സാറിന്റെ
മുറിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ എടുത്ത് വെളിയിൽ കളയും. हालेलुया, क्योंकि संसार जानता है कि इंडिया का पीएम कौन है. കാരണം ലോകത്തിനറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്. इसके लिए कोई भी जाकर उसके पोजीशन लेने का कोशिश करेंगे, सब लोग समझेंगे कि ये केवल एक पागल व्यक्ति है. ആകയാൽ ആ പദവി എടുക്കാൻ ആര് ചെന്നാലും ജനം പറയും ഇവന് വട്ടാണ്. हमें प्रेज़ लॉर्ड वैसा परमेश्वर की लोग प्रेज़ लॉर्ड एक रॉयल प्रीस्टहुड में खड़े हैं. ആകയാൽ ദൈവജനം ഒരു വിശുദ്ധ പുരോഹിത വർഗ്ഗമാണ്. इसके लिए जब शैतान आकर कहता है कि तू एक रॉयल प्रीस्टहुड नहीं है करके कहेंगे, तो वे केवल कुछ पागलपन की बातें कह रहा है. പിശാച് കടന്നു വന്ന് നീ പുരോഹിത വർഗ്ഗമോ വിശുദ്ധമോ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ അവൻ ഭ്രാന്താണ് പറയുന്നത്. उस बातों को देखकर हमारे मन में कभी भी हम कमजोर ना हो जाए. അത് കേട്ട് നാം ഒരിക്കലും ക്ഷീണിക്കരുത്. Be strong in the Lord. ദൈവത്തെ ശക്തിപ്പെടുത്തുക. परमेश्वर ने कुछ उद्देश्य के साथ हमें बुलाया है. ദൈവം ഒരു ഉദ്ദേശത്തോടെ നമ്മെ വിളിച്ചിരിക്കുന്നു. We are the treasured possession of the Lord. നാം തിരഞ്ഞെടുക്കപ്പെട്ട വിലയേറിയ സമ്പത്താണ്. आइए हमारी आंखों को हम बंद നമ്മുടെ करेंगे. കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. प्रेज़ लॉर्ड, हम मिलकर हम प्रार्थना നമുക്ക് करेंगे. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. परमेश्वर हमसे कहता है कि परमेश्वर के वचनों में से प्रेज़ लॉर्ड प्योर मिल्क हम खाने के लिए परमेश्वर कह रहा है. ദൈവം പറയുന്നത് വചനമല്ല എന്ന മായമില്ലാത്ത ആ പാൽ നാം കുടിക്കുവാൻ വാഞ്ചിപ്പിക്കും. जब वो स्पिरिचुअल फूड हमारे अंदर जाता है, हमारा स्पिरिचुअल बीइंग एक एक दिन बढ़ते जाता ആ है. ആത്മീക ആഹാരം നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മീക മനുഷ്യൻ ബലപ്പെടും. हमारे अंदर का कमजोरियां परमेश्वर हटाता है. നമ്മളിലെ എല്ലാ ബലഹീനതകളും ദൈവം മാറ്റും. हालेलुया, हालेलुया, प्रेज़ लॉर्ड. और परमेश्वर हमें सिखाता है कि कैसा इस बातों को हमें प्रेज़ लॉर्ड हम सामना करते हुए हम आगे बढ़ना है. ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിനെയൊക്കെ എങ്ങനെയാണ് നാം നേരിട്ട് മുന്നോട്ട് പോകേണ്ടത്. आत्मिक वचन जो भोजन है वो इसके लिए हमें खाने के लिए परमेश्वर कह रहा है ताकि हम साल्वेशन में हम आगे बढ़े. ദൈവം നമ്മളോട് ഇതൊക്കെ ആത്മീക ആഹാരം കഴിക്കുവാൻ പറയുന്നതിന്റെ കാരണം നാം രക്ഷയിൽ വളരുവാൻ. संसार में हम अमीर बनने के लिए परमेश्वर ने हमें नहीं बुलाया है, നാം സമ്പന്നരാകുവാൻ ദൈവം വിളിച്ചിട്ടില്ല. बल्कि we are being called for a salvation. നമ്മെ വിളിച്ചിരിക്കുന്നത് രക്ഷയ്ക്കാണ്. उस घर में हम जन्म लेने के लिए परमेश्वर ने हमें चुना है. അവന്റെ ഭവനത്തിൽ നമ്മെ ജനിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. अपनी संतान उसने हमें बनाया है. അവന്റെ സ്വന്തം മക്കളാക്കി. We are the living stone. നമ്മൾ ജീവിക്കുന്ന കല്ലുകളാണ്. और उस यीशु के साथ हमें प्रेज़ लॉर्ड हालेलुया जोड़कर हमें उस कलीसिया को परमेश्वर बना रहा है. നമ്മെ യേശുവിനോട് ചേർത്ത് അവന്റെ സഭയായി നമ്മെ പണിതു. हालेलुया. आज मिलकर हमें और एक बार उस परमेश्वर के सम्मुख हम समर्पण करेंगे. ഒരുമിച്ച് ദൈവസന്നിധിയിൽ परमेश्वर से हम प्रार्थना करेंगे. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. परमेश्वर, आज तक मैं इस बातों को अनजान होते हुए मेरी आत्मिक जिंदगी को मैंने आगे बढ़ाया था. ഞാൻ ഇന്നുവരെ ഇതൊന്നും അറിയാത്തവരെ പോലെ എന്റെ ആത്മിക ജീവിതം നയിക്കുകയാണ്. जब किसी ने मुझे रिजेक्ट किया, मैंने सोचा कि सब कुछ खत्म हो गया है. ചിലരെന്നെ ഉപേക്ഷിച്ചപ്പോൾ തിരസ്കരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു എല്ലാം കഴിഞ്ഞു. लेकिन परमेश्वर तूने मुझे चुना है, इसके लिए मैं एक अनमोल व्यक्ति है. എന്നാൽ ദൈവമേ നീ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ വിലയേറിയ और വ്യക്തിയാണ്. संसार के नींव डालने से पहले ही मुझे नाम पुकारते हुए तूने मुझे चुना है. ദൈവമേ ലോക സ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ പേർ ചൊല്ലി വിളിച്ചുവല്ലോ. हालेलुया. उस हमें पहले पत्रोस दूसरे अध्याय उसके पहले आयत में जैसा हमने पढ़ा है, जो जंक फूड हमारे अंदर फंसा हुआ है, आज उस जंक फूड को हमारे अंदर से निकालना बहुत जरूरी है. 1 പത്രോസ് 2 ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചതുപോലെ അദ്ദേഹം കേടുവരുത്തുന്ന ആ ആഹാരമാകുന്ന സ്വഭാവങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു കളയണം. जब तक वो खाना हमारे अंदर से बाहर नहीं जाता, तब तक लॉर्ड इस आत्मिक भोजन हमारे अंदर कार्य कर नहीं पाएंगे. ആ ആഹാര സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്വഭാവങ്ങൾ പുറത്തു പോകാത്തിടത്തോളം ആത്മിക ആഹാരം നമുക്ക് കഴിക്കുവാൻ കഴിയില്ല. इसके लिए हमें वचन पढ़ने के लिए मन नहीं हो रहा है. അതിനാലാണ് നമുക്ക് വചനം വായിക്കുവാൻ जब മനസ്സിലാകാത്തത്. हम वचन पढ़ते हैं हमें नींद आता है. വചനം വായിക്കുമ്പോൾ അതാണ് ഉറക്കം വരുന്നത്. केवल संडे के दिन हम बाइबल उठाने का कोशिश करते हैं. അതുകൊണ്ടാണ് ഞായറാഴ്ച മാത്രം വായിക്കുന്നത്. हालेलुया. प्रेज़ लॉर्ड. हम एक बार हमारे अंदर लौट कर हम देखेंगे നമ്മുടെ ഉള്ളിലേക്കൊന്ന് മടങ്ങിച്ചെന്ന് നോക്കാം. कहां पर कमियां हुआ है. എവിടെയാണ് കുറവ്? ഇന്ന് പകൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാമല്ലോ. ഇന്ന് പകൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ എവിടെ എന്ന് തിരിച്ചറിഞ്ഞ് ഞാനൊന്ന് മടങ്ങി വരുവാനായി കർത്താവേ ഇന്ന് പകലും നീ എന്നെ സഹായിക്കണമേ എന്ന് പകൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കൊറോണ വൈറസോ നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്ന ഒരു പ്രതികൂലത്തിന്റെ അനുഭവങ്ങളും നമ്മളെ തളർത്തി കളയുവാനോ തകർത്ത് കളയുവാനോ കഴിയുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.
നാം ഏറ്റവും വിലയേറിയതാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മുടെ ഉള്ളിലെ നിരാശകൾ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭയങ്ങൾ, ഭീതികൾ മാറുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. യേശു തന്റെ ശിഷ്യന്മാരെ കണ്ടിട്ട് പറയുന്നത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പിശാചുകൾ പ്രൈസ് ലോർഡ്, ആമേൻ, അവർക്ക് കീഴടങ്ങുന്നു. രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ട് കർത്താവ് സന്തോഷിക്കുന്നില്ല, പകരം പ്രൈസ് ലോർഡ് രക്ഷയുടെ സന്തോഷം ആമേൻ അവരുടെ ഉള്ളിൽ വരുന്ന കാണുമ്പോൾ സ്വർഗം സന്തോഷിക്കുവാനിടയായി തീരുന്നുവല്ലോ. ഇന്ന് പകൽ പ്രൈസ് ലോർഡ് ആമേൻ വാസ്തവമായ സ്വർഗം നമ്മളെ കണ്ട് സന്തോഷിക്കുവാനിടയായി തീരട്ടെ. നമ്മളിൽ ആരും സാധാരണക്കാരല്ല. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, വിശുദ്ധ വർഗമായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. പ്രൈസ് ലോർഡ്, നമ്മളെ കിങ്ഷിപ്പിലേക്ക്, നമ്മളെ ഹോളി പ്രീസ്റ്റ്ഹുഡിലേക്ക് നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുമ്പോൾ നമ്മെ തന്നെ ഇന്ന് പകൽ ഹല്ലേലൂയ ആ ഒരു ബോധ്യതയോടുകൂടി നമ്മുടെ ജീവിതത്തെ, ക്രിസ്ത്യ ജീവിതത്തെ നമുക്ക് നയിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. പിശാചിന്റെ വാക്കുകൾ കേട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകരുത്, നാം അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ നാം നമ്മുടെ ലോകപരമായ ജീവിതത്തിൽ നാം കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തിന്റെ വചനത്തിനൊത്തവണ്ണം നമ്മൾ ഓരോ കാൽച്ചുവടുകളും മുന്നോട്ടെടുത്ത് വെച്ച് നമുക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. നാം എല്ലാവരും ഒരുമിച്ച് പകൽ ഇടവൽ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ.